സി നമ്മൾ അടുത്തത് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇതേ ചാപ്റ്ററിനകത്തുള്ള മറ്റൊരു ആപ്ലിക്കേഷൻസാണ് ജെനറ്റിക്സിൻ്റെ, ദാറ്റ് ഈസ് DNA ഫിംഗർ പ്രിൻറ്റിങ്, DNA പ്രൊഫൈലിംഗ് എന്നൊക്കെ വിളിക്കും. നിങ്ങൾ അടുത്ത കാലത്തായിട്ട് പല സീരിയലിലും സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഈ വാക്ക് DNA ഫിംഗർ പ്രിൻറ്റിങ്. അല്ലെങ്കിൽ പല പ്രമാദമായിട്ടുള്ള കേസുകളിലും അതിന് കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബയോളജിയുടെ ആപ്ലിക്കേഷൻസാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്. അല്ലെങ്കിൽ പിതൃത്വം തെളിയിക്കാനൊക്കെ ഇപ്പോൾ ഒരു കുട്ടിക്ക് 2 അച്ഛന്മാർ അവകാശമായിട്ട് വന്നു, അപ്പോൾ അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ്. DNA fingerprinting or DNA profiling. It is the techniques to identify the similarities and differences of the DNA fragments of two individuals. രണ്ട് വ്യക്തികളുടെ DNA ഫ്രാഗ്മെൻസിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് വ്യക്തികളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഡെവലപ്ഡ് ബൈ അലക് ജഫ്രെ. പഠിച്ചോളണം, DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയ ആൾ അലക് ജഫ്രെ 1985 അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് കാണിച്ചിരിക്കുന്നത്. ആ മഹാനാണ് ഇത് കണ്ടുപിടിച്ചത്. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ബേസ് എന്താണ്? DNA ക്യാരീസ് സം നോൺ കോഡിങ് റെപ്പിറ്റേറ്റീവ് സീക്വൻസസ്. DNA നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് കുറേ റെപ്പിറ്റേറ്റീവ് സീക്വൻസുകൾ കാണാൻ വേണ്ടി പറ്റും. നമ്പർ ഓഫ് റിപ്പീറ്റ്സ് ഈസ് സ്പെസിഫിക് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ എത്രത്തോളം റിപ്പീറ്റ്സുകൾ ഉണ്ട് എന്നുള്ളത് വ്യക്തികൾ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു വ്യക്തിയിലുള്ള റിപ്പീറ്റ്സ് ആയിരിക്കില്ല മറ്റൊരു വ്യക്തിയിൽ. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ്സ് വെച്ച് നോക്കിയിട്ട് നമുക്ക് വ്യക്തികളെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചത് പേഴ്സൺ 1ൻ്റെ DNA സീക്വൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് പേഴ്സൺ 2ൻ്റെ DNA സീക്വൻസാണ് കാണിച്ചിരിക്കുന്നത്. ഇത് പേഴ്സൺ 3യുടെ DNA സീക്വൻസാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വ്യക്തിയിൽ 8 റിപ്പീറ്റ്സ് ഉണ്ട്. രണ്ടാമത്തെ വ്യക്തിയിൽ അതേ DNA ആണ്, പക്ഷേ അതിനകത്ത് 9 റിപ്പീറ്റ്സ് കാണാം. മൂന്നാമത്തെ വ്യക്തിയിൽ 10 റിപ്പീറ്റ്സ് കാണാം. അപ്പോൾ റിപ്പീറ്റുകൾ വ്യത്യാസപ്പെടുന്ന പേഴ്സണിൽ ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. പിന്നെയോ റെപ്പിറ്റേറ്റീവ് സീക്വൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ബൾക്ക് ജീനോമിക് DNA ആസ് ഡിഫറെൻറ്റ് പീക്സ് യൂസിങ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ. ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഈ റെപ്പിറ്റേറ്റീവ് സീക്വൻസിലെ DNA നമുക്ക് സെൽസിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ദ ബൾക്ക് DNA ഫോംസ് എ മേജർ പീക്ക് ആൻഡ് ദ സ്മോൾ പീക്സ് ആർ കോൾഡ് സാറ്റലൈറ്റ് DNA. ഇങ്ങനെ റെപ്പിറ്റേറ്റീവ് സീക്വൻസുള്ള DNA കഷ്ണങ്ങളെല്ലാം പിന്നെ ഊറിക്കൂടി ടെസ്റ്റിനകത്ത് ഒരു വസ്തു വരും. അതിനാണ് സാറ്റലൈറ്റ് DNA എന്ന് പറയുന്നത്. ബാക്കിയുള്ള DNA സിംഹഭാഗവും മറ്റൊരു പോർഷൻസ് ആയിട്ട് വരും. നമുക്ക് അങ്ങനെ സെൻട്രിഫിക്കേഷൻ അതിന് സെപ്പറേറ്റ് ചെയ്യാം. സാറ്റലൈറ്റ് DNA ഈസ് ക്ലാസിഫൈഡ് ആസ് മൈക്രോ സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് DNAയിലാണ് റെപ്പിറ്റേറ്റീവ് സീക്വൻസ് ഉള്ളത് കേട്ടോ. DNAയുടെ ഒരു കഷ്ണം, ആ കഷ്ണത്തിനകത്ത് റെപ്പിറ്റേറ്റീവ് സീക്വൻസ് ഉണ്ടാവും. അതിനാണ് സാറ്റലൈറ്റ് DNA എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് DNA പല ടൈപ്പ് ഉണ്ട്. മൈക്രോ സാറ്റലൈറ്റ്, മിനി സാറ്റലൈറ്റ് എന്നൊക്കെ പറയും. ബേസ്ഡ് ഓൺ ദ ബേസ് കോമ്പറ്റീഷൻസ് A raised to T rich or G raised to C rich, length and the segments and the number of repeated sequence. A DNA sequencing which is tandemly repeated in many copy number is called variable number tandem repeats. ഇത്തരത്തിലുള്ള റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഈ സീക്വൻസുകളെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്, VNTR എന്ന് പറയും. VNTR ഇപ്പോൾ അബ്രിവേഷൻ ചോദിക്കാം, ശ്രദ്ധിച്ചോളാം. VNTR ബിലോങ്സ് ടു മിനി സാറ്റലൈറ്റ് DNA. ഓക്കെ, and basis in a person the copy number varies in each chromosomes. ഈ റിപ്പീറ്റഡ് സീക്വൻസുകളുടെ എണ്ണവും അതിൻ്റെ തരമൊക്കെ ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കും. 2 alleles paternal and maternal of a chromosomes also contains different copy. ഇപ്പം ക്രോമസോമുകൾ ജോഡിയായിട്ടാണ് കിടക്കുന്നത്, നിങ്ങൾക്കറിയാം. ഹോമോലോഗസ് പെയർ, അതിലൊരു ജോഡിയിൽ ഒന്ന് അച്ഛനിൽ നിന്നും മറ്റൊന്ന് അമ്മയിൽ നിന്നും വന്നതാണ്. ഈ 2 ക്രോമസോമിലും നേരത്തെ പറഞ്ഞ റെപ്പിറ്റേറ്റീവ് സീക്വൻസ് വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. VNTR is specific from person to person. The size of the VNTR varies from 0.1 to 20 kilobases അനുസരിച്ചിട്ട് VNTRൻ്റെ സൈസ് വേരി ചെയ്തിരിക്കും. ഓക്കെ, എനി ഡിഫറൻസസ് ഇൻ ദ ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ഒബ്സർവ്ഡ് ഇൻ എ പോപ്പുലേഷൻ ഈസ് കോൾഡ് DNA പോളിമോർഫിസം. നമ്മൾ പറഞ്ഞു DNA വേരിയേഷൻസ് കാണിക്കും, DNAയിലെ സീക്വൻസുകൾ വേരിയേഷൻസ് കാണിക്കും. അതിനാണ് DNA പോളിമോർഫിസം എന്ന് പറയുന്നത്. പോളിമോർഫിസം ഈസ് ഹയർ ഇൻ നോൺ കോഡിംഗ് DNA sequences because mutations in these sequences may not affect an individual's reproductive ability. These mutations accumulate generation to generation causing polymorphism. DNAയിൽ നേരത്തെ പറഞ്ഞ 50% മാത്രമേ കോഡ് ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞു. ബാക്കിയുള്ള 50% ഫംഗ്ഷൻ അൺനോൺ ആണ്. ഈ അൺനോൺ ആയിട്ടുള്ള ഫംഗ്ഷൻസുള്ള ഭാഗത്താണ് കൂടുതലായിട്ടും റിപ്പീറ്റേറ്റീവ് സീക്വൻസുകൾ കാണുന്നത്. ആ റിപ്പീറ്റേറ്റീവ് സീക്വൻസുകൾ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് റിപ്പീറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും, അത് മാറിക്കൊണ്ടേയിരിക്കും.
ഇനി DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഇതാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പ്രധാന. നേരത്തെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിന് നടത്താൻ 6 സ്റ്റെപ്സിൻ്റെ അത് ബൈഹാർട്ടിന് പഠിക്കണം. ഒന്ന് ഐസൊലേഷൻ ഓഫ് DNA. നമ്മളിപ്പം ഇപ്പോൾ റേപ്പ് നടന്നു, ആ റേപ്പ് നടന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും സെമനിൽ നിന്നോ മറ്റോ നമ്മൾ പിന്നെ സെൽസ് എടുത്തിട്ട് അതിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു മർഡർ നടന്ന ആ ബ്ലഡിൽ നിന്നും പ്രതിയുടെ നിന്ന് സംശയിക്കപ്പെടുന്ന ആളുടെ ബ്ലഡ് ഉണ്ടാവാം ബോഡിയിൽ, ചിലപ്പോൾ അതിൽ നിന്നും. അല്ലെങ്കിൽ പ്രതിയുടെ നിന്ന് സംശയിക്കപ്പെടുന്ന ആളുടെ മുടിയൊക്കെ പിന്നെ പറ്റി പിടിച്ചിട്ടുണ്ടാകും, അതിൽ നിന്ന് മുടിയുടെ അറ്റത്ത് കോശങ്ങളുണ്ട്, ആ കോശം വേർതിരിച്ചിട്ട് അങ്ങനെ ഏതിൽ നിന്നെങ്കിലും നമ്മൾ DNA ഐസൊലേഷൻ ഓഫ് ദി DNA ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി DNA എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ പിന്നെ ഹ്യൂമൻ ജീനോം പറഞ്ഞു DNA എൻ്റെ DNA നമുക്ക് കൈയറിഞ്ഞ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ DNA കഷ്ണങ്ങളാക്കി മാറ്റും. എങ്ങനെ DNA കഷ്ണങ്ങളാക്കി മാറ്റുക? യൂസിങ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ഡൈജഷൻ ഓഫ് DNA, ദാറ്റ് ഈസ് കഷ്ണങ്ങളാക്കി മാറ്റുക. മൂന്നാമത്തെ എന്ത് ചെയ്യുന്നത്? കഷ്ണങ്ങളാക്കി മാറ്റിയ DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഈ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തഡാണ് ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. സെപ്പറേഷൻ ഓഫ് DNA യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇനി എന്ത് ചെയ്യുന്നു? ഈ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത DNA നമ്മൾ ട്രാൻസ്ഫറിങ് ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ടു സിന്തറ്റിക് മെംബ്രെയിൻ സച്ച് ആസ് നൈട്രോസെല്ലോസ് ഓർ നൈലോൺ. നമ്മളിങ്ങനെ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത DNA ഒരു പേപ്പർ സർഫസിലേക്കോ അല്ലെങ്കിൽ നൈലോൺ പിന്നെ തുണിക്കകത്തേക്കോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് എന്ന് പറയും. നമ്മൾ മഷിയൊക്കെ ഒപ്പിടുകയല്ലേ എന്ന് പറയുന്നത് ബ്ലോട്ടിംഗ്. DNA ഫ്രാഗ്മെൻറ്റ്സ് ടു എവിടത്തേക്കാണ്? എ സിന്തറ്റിക് മെംബ്രെയിൻ സച്ച് ആസ് നൈട്രോസെല്ലോസ് ഓർ നൈലോൺ. ഇത് ഇവിടെ കണ്ടില്ലേ. അഞ്ചാമത്തെ എന്താണ്? ഹൈബ്രിഡൈസേഷൻ യൂസിങ് റേഡിയോ ആക്റ്റീവ്ലി ലാബിൾഡ് VNTR. അപ്പോൾ നമ്മളിങ്ങനെ വേർതിരിച്ചെടുത്ത സിംഗിൾ സ്ട്രാൻഡഡ് DNA കഷ്ണങ്ങളെ നമ്മൾ മറ്റൊരു കഷ്ണവുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യും. ആ ഹൈബ്രിഡൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കഷ്ണം VNTR എന്ന് പറയുന്ന കഷ്ണങ്ങളാണ്. അവ റേഡിയോ ആക്റ്റീവ്ലി ലാബിൾഡ് ആണ്. അവയുടെ ന്യൂക്ലിയോടൈഡ് നമുക്ക് അറിയാം. നോൺ സീക്വൻസസ് ഓഫ് VNTR പ്രോബുമായിട്ട് നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്യും. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ യൂസിങ് റിപ്രൊഡക്റ്റീവ്ലി ലാബിൾഡ് VNTR പ്രോബ്. ഇനി ലാസ്റ്റ് എന്താണ്? ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ബൈ ഓട്ടോറേഡിയോഗ്രഫി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രതിയുടെ സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെ DNA കഷ്ണങ്ങളെ നമ്മൾ അറിയുന്ന ന്യൂക്ലിയോടൈഡുകളായിട്ടുള്ള VNTRുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈബ്രിഡൈസ് ചെയ്ത് കഴിഞ്ഞ സാധനങ്ങളൊക്കെ അതിനകത്തൊക്കെ റേഡിയോ ആക്റ്റീവ്ലി ലാബിൾഡ് VNTR ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവയെ എക്സ്റേ, ഓട്ടോറേഡിയോഗ്രഫി ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ തിളങ്ങി വരും. ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ബൈ ഓട്ടോറേഡിയോഗ്രഫി. ഹൈബ്രിഡൈസ്ഡ് DNA ഈസ് ഫോട്ടോഗ്രാഫ്ഡ് ഇൻ ടു എൻ എക്സ്റേ ഫിലിം. അങ്ങനെയാണ് നമുക്ക് പിന്നെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ DNA ഫിംഗർ പ്രിൻ്റ് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ എക്സെപ്റ്റ് ഇൻ ഐഡൻറ്റിക്കൽ ട്വിൻസ്. The sensitivity of the techniques can be increased by the use of polymerase chain reaction PCR. Therefore, DNA from a single cell is enough for DNA fingerprinting. നമുക്ക് ഒരൊറ്റ സെൽസിൽ DNA കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കാരണം ഈ ഒറ്റ സെൽസിലെ DNAയുടെ നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാം. അതിന് ഉപയോഗിക്കുന്ന മെഷീനാണ് PCR എന്ന് പറയുന്ന മെഷീൻ. ഓക്കെ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരിക്കൽ കൂടി പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഉണ്ടാക്കുന്ന 6 സ്റ്റെപ്സ്: ഐസൊലേഷൻ ഓഫ് DNA, ഡൈജഷൻ ഓഫ് DNA യൂസിങ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്, ട്രാൻസ്ഫറിംഗ് ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ടു സിന്തറ്റിക് മെംബ്രെയിൻസ്, ഹൈബ്രിഡൈസേഷൻ യൂസിങ് റേഡിയോ ആക്റ്റീവ് ലാബിൾഡ് VNTR, ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ബൈ ഓട്ടോറേഡിയോഗ്രഫി. ഇത് ബൈ ഹാർട്ട് പഠിച്ചോളും. ഈ 6 സ്റ്റെപ്സും പല തവണ ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതെങ്കിലും സ്റ്റെപ്സ് മിസ്സാവും, അത് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയും. ഇപ്പോൾ ഈ 6 സ്റ്റെപ്സും ഓർഡറിൽ എഴുതി പഠിച്ചോളണം. എനി ടൈം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണം. ഓക്കെ, ഇനി പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ, ഇങ്ങനെ DNA ഫിംഗർ പ്രിൻ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഫോറൻസിക് ടൂളായിട്ട് ഉപയോഗിക്കാം. ടു സോൾവ് പെറ്റേണിറ്റി, റേപ്പ്, മർഡർ കേസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കും. കോടതി ഉപയോഗിക്കുന്നതാണ്. ഫോർ ദ ഡയഗ്നോസ് ഓഫ് ജെനറ്റിക് ഡിസീസ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ടു ഡിറ്റർമിൻ ദ പോളിജെനറ്റിക് സ്റ്റാറ്റസ് ഓഫ് ദ അനിമൽസിൻ്റെ പോളിജെനറ്റിക് ഫൈലോജെനറ്റിക് എന്ന് അവരുടെ എവല്യൂഷണറി സ്റ്റാറ്റസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ടു ഡിറ്റർമിൻ ദ പോപ്പുലേഷൻ ആൻഡ് ജെനറ്റിക് ഡൈവേഴ്സിറ്റീസ്. ഒരു പോപ്പുലേഷനെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ ജനിതക വൈവിധ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസസ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് മദറും ചൈൽഡും 3 അച്ഛന്മാർ വന്നു അവരുടെ അവകാശങ്ങളുമായിട്ട് ഉന്നയിച്ചിട്ട്. അപ്പോൾ 3 കുട്ടിയുടെ ഫിംഗർ പ്രിൻ്റ് എടുക്കും നേരത്തെ, പിന്നെ 3 ആളുടെയും ഫിംഗർ പ്രിൻ്റ് എടുത്തിട്ട് ഈ കുട്ടിയുമായിട്ട് ഏതിനാണ് കൂടുതൽ മാച്ച് നോക്കും. അപ്പോൾ അതായിരിക്കും ഫാദർ എന്ന് പറയുന്നത്. ഓക്കെ, പലതരം ക്രോമസോമുകളുടെ ഫിംഗർ പ്രിൻ്റ് ആക്കും. ഓക്കെ, യെസ്.